ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ മെട്രിക്സ്. ഒരു മെട്രിക്സ് മറ്റൊരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, എന്തെല്ലാം സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം രൂപമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം when a matrix is associated with a given matrix, what will happen is that there are three matrix will comes. First one, transpose of a matrix. Second, symmetric matrix. And the third one, skew symmetric matrix. So one matrix is associated with a given matrix. There is a chance for transpose of a matrix, symmetric matrix and skew symmetric matrix. Let us take the first one, transpose of a matrix. Transpose of a matrix. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The transpose of a matrix is obtained when we are interchanging the rows and columns of the given matrix. ഒരു മെട്രിക്സിന്റെ റോയിനെയും കോളത്തിനെയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതൊരു മെട്രിക്സിനെയും നമുക്ക് എന്ത് പറയാം? ട്രാൻസ്പോസ് ഓഫ് ദാറ്റ് ഗിവൺ മെട്രിക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, when matrix A will be matrix A is equal to 1 3 5 2 4 0. ഇതാണ് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഓക്കെ, ഇനി ഇവിടെ എത്ര റോയും എത്ര കോളം ഉണ്ട്? ഹിയർ 1 2 3, 3 കോളവും 2 റോയുമാണ് നമുക്കുള്ളത്. ഓക്കെ, എങ്കിൽ we can interchange the rows into columns and that can be known as the transpose of a matrix, and it can be indicated that A transpose, that is A dash, അതിനെ നമുക്ക് എന്ത് പറയാം? A transpose എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും എഴുതാം. എങ്ങനെയാണ് അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുക? So it is equal to 1 3 5 then 2 4 0. This is the transpose of a matrix A. So transpose of matrix is very simple. We are interchanging the rows and columns of the given matrix and it can be indicated as A dash or A raised to T, and this is the A transpose of the given matrix A. Another example, another example പറയാം. A equal to 1 3 0 minus 1 2 4 then 3 5 6. ഇതെന്താണ്? ഇതൊരു 3x3 മാട്രിക്സ് ആണ് അല്ലേ? ഇതൊരു 3x3 മാട്രിക്സ് ആണ്. ഇതിനെ എങ്ങനെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക? വാട്ട് ഈസ് A transpose? A transpose equal to 1 3 0 minus 1 2 4 and 3 5 6. Again a 3x3 matrix. Clear? This is about A transpose. When we are finding out the transpose of a identity matrix, ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കുന്നത് എന്നെങ്കിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം. ഐഡന്റിറ്റി മാട്രിക്സ് I equal to ഒരു 3x3 മാട്രിക്സ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 1 0 0 0 1 0 0 0 1. This is a 3x3 identity matrix. And what is the transpose of identity matrix? I. Here I dash equal to the വ്യത്യാസം ഉണ്ട് നോക്കിക്കേ. 1 0 0 0 1 0 0 0 1. Again a 3x3 matrix.
This is the transpose of an identity matrix. So transpose is very simple when we are interchanging the rows and columns of the given matrix and can be indicated as A dash or A raised to T. That is transpose of a matrix. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണെന്ന് അറിയാമോ? First one, the properties of the transpose of a matrix, that is, when A transpose of transpose, അതായത് ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യമുള്ള ഗിവൺ എ മെട്രിക്സ് ആയിരിക്കില്ലേ? എന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ നേരത്തെ ഇതുപോലെയാണെങ്കിൽ 1 3 5 2 4 0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ എന്താണ് എ ട്രാൻസ്പോസ്? എ ട്രാൻസ്പോസ് നമുക്ക് 1 3 5 2 4 0 ആണല്ലോ. എങ്കിൽ ഈ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് അപ്പം എന്തായിരിക്കും? എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇതിന്റെ ട്രാൻസ്പോസ്. അപ്പോൾ ഇതാണ് ഗിവൺ മെട്രിക്സ് എന്ന് വിചാരിക്കാം. എ ട്രാൻസ്പോസ് ആണ് ഗിവൺ മെട്രിക്സ്. അപ്പോൾ ഇതിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4 5 0. ഇതെന്താണ്? ഇതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. സെക്കൻഡ് പ്രോപ്പർട്ടി, A plus B ട്രാൻസ്പോസ്. അതായത് എ എന്ന മെട്രിക്സിൻ്റെയും ബി എന്ന മെട്രിക്സിൻ്റെയും സം ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിന് തുല്യമായിരിക്കും. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, എ ആൻഡ് ബി ആർ സെയിം ഓർഡർ മെട്രിക്സ്. എയും ബിയും സെയിം ഓർഡറുള്ള മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിന് തുല്യമായിരിക്കും. ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇനി തേർഡ് പ്രോപ്പർട്ടി, മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കാം. എ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. എ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇതിന് നമ്മൾ എന്ത് പറയും? ഹിയർ ഇവിടെ എന്താ കണ്ടീഷൻ അറിയോ? എ ആൻഡ് ബി ആർ, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായിട്ടുള്ള മെട്രിക്സ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? will be conformable for multiplication, where A and B are conformable for multiplication. That is the third property of the transpose of a matrix. And the last property, the fourth property of a transpose equal to, when we are multiplying the matrix A with a scalar, here K is a scalar matrix ആണെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്
സ്കാലാർ മാട്രിക്സ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? where K is a scalar matrix. K is a scalar matrix. Okay, so these are the four properties of the transpose of a matrix. Onuda parayam, when matrix associated with a given matrix, there are three chances and three matrices will come. That is transpose of a matrix, symmetric matrix and skew symmetric matrix. Then take the first one, transpose of a matrix. The transpose of a matrix is nothing but when we are interchanging the rows and columns of the given matrix A and can be denoted as A dash. And the properties of transpose of a matrix are A transpose of transpose always equal to the given matrix A. Then A plus B transpose equal to A transpose plus B transpose, where A and B are same order matrices. Then when A into B transpose equal to B transpose into A transpose ആയിരിക്കും. And here one condition is A and B are conformable for multiplication. And the last one, when the matrix given matrix A will be multiplied with a scalar matrix and we are taking the transpose of that given matrices, K into A transpose will be the same as K into A transpose. Then what is K? K is a scalar matrix. Clear? This is K is a scalar matrix. Take the first one. A transpose of the transpose. A transpose into transpose എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്? അതൊരു given matrix A. എങ്ങനെയാണ് ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് നോക്കാം. A transpose of transpose is equal to A. Consider the example. Let A equal to the matrix 1 3 minus 1 0 4 5. Then what will be A transpose? We are interchanging the rows and columns. That is rows into column 1 3 minus 1 0 4 5. This is A transpose. ഇനി A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ആയിരിക്കും നമ്മൾ പ്രോപ്പർട്ടി പറയുന്നത് അല്ലേ? എങ്കിൽ A ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് അപ്പോൾ എന്തായിരിക്കും? 1 minus 1 4 1 minus 1 4. ഈ ഈ റോസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കോളമാക്കി എഴുതണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ റോയിനെയും എന്താക്കി? കോളമാക്കി എഴുതി. 1 3 ഒരു കോളാക്കി, -1 0 എന്നുള്ളത് അടുത്ത കോളത്തിൽ എഴുതി, 4 5 എന്ന് പറയുന്നത് അടുത്തൊരു കോളത്തിൽ എഴുതി. ഓക്കെ, പകരം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അതേപോലെ തിരിച്ചെഴുതാണ്. 1 minus 1 4 3 0 5. എന്താണിത്? ഇതല്ലേ A എന്ന് പറയുന്നത്. ഓക്കെ, therefore എന്താണ്? A transpose of transpose is equal to A. This is the first property of the transpose of a matrix. So the first property is A transpose of transpose is always equal to the given matrix A. Okay, Anila. Then second one. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? A transpose plus B transpose എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ന് പറയുന്നത് A plus B transpose ആയിരിക്കും. ഓക്കെ അല്ലേ? ആദ്യം തിരിച്ചു എഴുതാം. നമുക്ക് തിരിച്ചെങ്ങനെ പറയാം? A plus B transpose equal to, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. A plus B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A ട്രാൻസ്പോസിനെയും B
ബി ട്രാൻസ്പോസിനെയും എടുത്ത് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത് എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ്. ഇവിടെ നമുക്ക് എന്ത് പറയാം, എയും ബിയും എന്തായിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. ഹിയർ one condition is A and B are same order. A and B are same order. Consider an example. The example will come. Let A equal to 1, 3, minus 1, 2, 5, 6, 0, 4, minus 3. Okay, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി പോവാ കേട്ടോ. Then B equal to 8, 5, 0, minus 3, 4, 1, 9, 2, 7. എന്താ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? വാട്ട് ഈസ് എ പ്ലസ് ബി എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എങ്കിൽ എന്താണ് എ പ്ലസ് ബി? ഹിയർ എ പ്ലസ് ബി ഈക്വൽ ടു, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് എ പ്ലസ് ബി. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാട്രിക്സ് 1, 3, minus 1, 2, 5, 6, 0, 4, minus 3 plus എന്താണ് ബി? ദ മാട്രിക്സ് 8, 5, 0, minus 3, 4, 1, 9, 2, 7. എങ്ങനെയാണ് സം ചെയ്യുക? നമുക്കറിയാം സം ചെയ്യുന്നത് എങ്ങനെയാണ്. ഓരോ എലമെൻസിനെയും ഓരോ കോളത്തിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സം ചെയ്യാം. എലമെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ എലമെൻ്റ് ഏതാ? A11, A12, A13, A21, A22, A23, A31, A32, A33. ഇങ്ങനെയുള്ള ഈ A11ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തമ്മിൽ പ്ലസ് ചെയ്യാം, സം ചെയ്യാം. സോ A11 പ്ലസ് A11 ഓഫ് ദ മെട്രിക്സ് A പ്ലസ് A11 ഓഫ് ദ മെട്രിക്സ് B. അങ്ങനെ നമ്മൾ സം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഹിയർ 1 പ്ലസ് 8, 3 പ്ലസ് 5, minus 1 plus 0, 2 plus minus 3, 5 plus 4, 6 plus 1, 0 plus 9, 4 plus 2, minus 3 plus 7. It is equal to 9, 8, minus 1, minus 1, 9, 7, 9, 6 and 4. സോ നമുക്കിത് എന്ത് കിട്ടി? എ പ്ലസ് ബി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ പ്ലസ് ബിനെ 1 എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആ 1 എന്ന് കൊടുത്തത്? എ പ്ലസ് ബി ഓഫ് ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളതിന് അറിയാൻ വേണ്ടിയിട്ട് ഇത് എ പ്ലസ് ബി എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്തു? 1 എന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഇനി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? ഈ എ പ്ലസ് ബിയുടെ റോയിനെ നമ്മൾ എന്താക്കി മാറ്റുക? കോളത്തിലേക്കാക്കി മാറ്റുക. 9, 8, minus 1, minus 1, 9, 7, 9, 6, 4. So this is A plus B transpose. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ സം ഇക്വേഷൻസ് ആയതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടും.
Then we have to find out A transpose and B transpose secondly. എന്താണ് A ട്രാൻസ്പോസും B ട്രാൻസ്പോസും വായിക്കുകയാണ്. A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കണ്ടുപിടിക്കാം. So what is A transpose? A transpose equal to 1, 3 minus 1, 2, 5, 6, 0, 4 minus 3. That is A transpose. ഇനി നമുക്ക് എന്താ വിളിക്കാം? എന്താണ് B transpose? B transpose എന്ന് പറയുന്നത് 8, 5, 0 minus 3, 4, 1, 9, 2, 7. Okay? B transpose കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? A ട്രാൻസ്പോസിനെയും B ട്രാൻസ്പോസിനെയും സം ചെയ്യണം. ഇതിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടി A ട്രാൻസ്പോസിനെയും B ട്രാൻസ്പോസിനെയും നമ്മൾ സം ചെയ്യണം. എന്തായാലും A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. അപ്പോൾ എങ്ങനെ വരും? A transpose plus B transpose. നമുക്ക് എന്താണ് A transpose plus B transpose. A transpose plus B transpose അപ്പോൾ എന്താണ്? A ട്രാൻസ്പോസിനെയും B ട്രാൻസ്പോസിനെയും നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യണം. So we have to sum 1 plus 8, 2 plus minus 3, 0 plus 9. Then 3 plus 5, 5 plus 4, 4 plus 2, minus 1 plus 0, 6 plus 1, minus 3 plus 7. അപ്പോൾ എന്താ കിട്ടുക? നിങ്ങൾ പറഞ്ഞു 8 plus 1 plus 8, 9 minus 1, so 2 plus minus 3 അല്ലേ? 2 plus minus 3. അപ്പോൾ എന്താ പറയുക? 2 minus 3 equal to minus 1. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും കേട്ടോ. minus 1 പിന്നെ 9, 8, 5 plus 4, 9, 4 plus 2, 6, minus 1 plus 0, minus 1, 6 plus 1, 7, 7, then minus 3 plus 7, that is 4. Then we have to mark it as equation number 2. So, equation number 1 കഴിഞ്ഞു, then equation number 2 കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് മനസ്സിലായത്? A plus B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. എങ്ങനെയാണ്? ഇക്വേഷൻ 1 ഇതാണ് കിട്ടിയത് അല്ലേ? എങ്കിൽ എക്സാക്ട്ലി A plus B ട്രാൻസ്പോസ് ഈക്വൽ ടു 9 minus 1 9, 9 minus 1 9. Then A transpose plus B transpose. എന്താണ്? 8 9 6 minus 1 7 4 minus 1 7 4. Therefore A from the equation number then എഴുതാം from 1 and 2. It is proved that A plus B transpose equal to A transpose plus B transpose. This is the second property for the transpose of a matrix. First property എന്തായിരുന്നു? A transpose ന്റെ transpose എന്ന് പറയുന്നത് A ആണ് അല്ലേ? രണ്ടാമത് പറഞ്ഞു A plus B transpose സം ചെയ്തതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A transpose plus B transpose ആയിരിക്കും. That is 2. A plus B transpose എന്ന് പറയുന്നത് A transpose plus B transpose ആയിരിക്കും. Okay, then it is clear. Then the third property,
എന്താണ് നമ്മൾ പറഞ്ഞത്? തേർഡ് പ്രോപ്പർട്ടി. Here third property is A into B transpose equal to B transpose into A transpose. Conformable for multiplication ആയിരിക്കണം എന്ന് പറയുന്നത്. A into B transpose എന്ന് പറയുന്നത് B transpose into A transpose ആയിരിക്കും. Let's take one example. Let A equal to the matrix 1, 2, 3, 4, 5, 6. Then B equal to 1, minus 1, 5, 3, 0, 2. ഇതാണ് 3/2 മാട്രിക്സ് ആണ്. ഇതാണല്ലോ 2/3 മാട്രിക്സ് ആണ്. അറിയാമല്ലോ. Then എന്താണ് അർത്ഥം? You have to multiply the matrix A into B. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? എത്ര വരിക? Then A into B equal to, okay, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? So it is equal to എങ്ങനെയാണ് 1 into 1 plus 2 into 3. Here 1 into minus 1 plus 2 into 0. 1 into 5 plus 2 into 2. Next element of 3 into 1. 3 into 1 plus 4 into 3. 3 into minus 1 plus 4 into 0. 3 into 5 plus 4 into 2. Next 5 into 1 plus 6 into 3. 5 into minus 1 plus 6 into 0. 5 into 5 plus 6 into 2. Then it is equal to 1 plus 6 minus 1 plus 0, 5 plus 4, 3 plus 12 minus 3 plus 0, 15 plus 8, 5 plus 18 minus 5 plus 0, 25 plus 18. Clear? എത്ര വരും? It is equal to A into B ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? So A into B it is equal to 7 minus 1 9, 15 minus 3, then 23, 23 minus 5, then 37. ഇതെന്താ? A into B ആണ്. 23 minus 5. Okay.
അപ്പോൾ ഇവിടെ ഒരു 6 × 2 ഞാൻ 18 ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, 12 ആണ് കേട്ടോ. എനിക്ക് എന്തൊരു കൺഫ്യൂഷൻ വന്നിട്ട് നോക്കിയാൽ. ഓക്കെ, 37. ദെൻ ഇതെന്താ? A × B ആണ്. ഇനി A × Bയിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? A × Bയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലേ? സോ A × B ട്രാൻസ്പോസ് ഈക്വൽ ടു 7 - 1 9, 15 - 3 23, 23 - 5 37. This is A × B transpose. 7 - 1 9, 15 - 3 23, 23 - 5 37. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ടാണല്ലോ. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എന്താ അപ്പോൾ ബി ട്രാൻസ്പോസ്? ദെൻ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ഇതിൻ്റെ ട്രാൻസ്പോസ് 1 3 - 1 5 3 1 3 - 1 0 5 2. This is B transpose. And we have to find out A transpose. A transpose. എന്താണ് A transpose? ഈ എയുടെ ട്രാൻസ്പോസ് 1 2 3 4 5 6. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് B transpose into A transpose. B transpose into A transpose. Then we have to multiply B transpose with A transpose. B transpose with A transpose to be equal to 1 3 - 1 0 5 2. Multiplied with എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 3 5 2 4 6. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി നമുക്കറിയാലോ, ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇതൊരു 3/2 മെട്രിക്സും ഇതൊരു 2/3 മെട്രിക്സും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കും. ഇനി ഈക്വൽ ടു എത്ര വരിക? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഞാൻ ആ വഴി ചെയ്യാം. 1 × 1 പ്ലസ്, എനിക്ക് ഇൻ കേസ് എന്തെങ്കിലും അറിയാത്ത കൺഫ്യൂഷൻ അടുത്ത ക്ലാസ്സിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് എനിക്ക് ചെയ്തത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിന് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ചെയ്താൽ നന്നായി. ഓക്കെ, 1 കാരണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എവിടെയാണോ കറക്ഷൻ പ്രശ്നം വന്നില്ലെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. 1 × 1 പ്ലസ് 3 × 2. 1 × 1 പ്ലസ് 3 × 2. ഇനി 1 × 3 പ്ലസ് 3 × 4. 1 × 5 പ്ലസ് 3 × 6. നെക്സ്റ്റ് -1 × 1 പ്ലസ് 0 × 2. -1 × 3 plus 0 × 6. No, 4. 5 -1 × 5 plus 0 × 6. Then 5 × 1 plus 2 × 2. 5 × 3 plus 2 × 4. 5 × 5 plus 2 × 6. ഇതിനൊരു സൂത്രപ്പണി എന്താണെന്നറിയോ? ഇതിനൊരു സൂത്രപ്പണി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു എലമെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വരുമ്പോൾ കോമൺ ആയിരിക്കും. കണ്ടോ? 1 1 1 2 2 2. ഇവിടെ 3 3 3 4 4 4. കണ്ടോ? then 5 5 5 6 6 6. ക്ലിയർ ആയി? is equal to 1 plus 6, 3 plus 12, 5 plus 18. Then